ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി ബി.ജെ.പി. ദേശീയ ഭാരവാഹികളുടെ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യക്ഷന്മാരും സംഘടനാ ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, വിവരങ്ങൾ. ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഡൽഹിയിൽ ഇന്നിപ്പോൾ ബി.ജെ.പിയുടെ നിർണായക യോഗത്തിന് തുടക്കമായത്. പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്ന യോഗം അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായും ദേശീയ ഭാരവാഹികളും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷന്മാർ, സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിമാർ എന്നിവരെയാണ് ഈ 2 ദിവസത്തെ യോഗത്തിലേക്ക് വിളിച്ചിട്ടുള്ളത്. ദേശീയ ജനറൽ സെക്രട്ടറിമാരെ കൂടാതെ ദേശീയ ഉപാധ്യക്ഷന്മാർ, ഒപ്പം ദേശീയ സെക്രട്ടറി ചുമതല വഹിക്കുന്നവർ, ദേശീയ വക്താക്കൾ, ഇവരെല്ലാം അടങ്ങുന്ന ബി.ജെ.പിയുടെ ദേശീയ ഭാരവാഹികൾ മുഴുവൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. കൂടാതെ ഓരോ സംസ്ഥാനങ്ങളുടെയും അധ്യക്ഷന്മാരും ഓരോ സംസ്ഥാനങ്ങളുടെയും സംഘടനാ ജനറൽ സെക്രട്ടറിമാരും ഈ യോഗത്തിലുണ്ട്. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഏത് ദിശയിലാണ് നേരിടേണ്ടത്, ഏതൊക്കെ വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യണം, ഒപ്പം ഈ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങാൻ ഒരുങ്ങുന്ന ഈ വരുന്ന 3 മാസം, ഈ 3 മാസക്കാലം ജനസമ്പർക്ക പരിപാടികൾ ഏത് നിലയിലാണ് നടത്തേണ്ടത്, ഒപ്പം ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഇതെല്ലാം വിശദമായി പരിശോധിക്കുന്ന ഒരു യോഗമാണ് ഇന്നും നാളെയുമായി രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളെല്ലാം ഈ യോഗത്തിന്റെ ആദ്യ ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമുക്കറിയാം, മാർച്ച് മാസം 2ാമത്തെ ആഴ്ചയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതിയും മറ്റും പ്രഖ്യാപിക്കും. ഏപ്രിൽ മെയ് മാസത്തിലായി 7ഓ 8ഓ ഘട്ടമായാകും തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനാൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ മുന്നിലുള്ളൂ. ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അടുത്തിടെ പുറത്തു വന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 തിളക്കമാർന്ന വിജയവും മിസോറാമിലും തെലങ്കാനയിലും ഭരണത്തിലെത്തിയില്ല എങ്കിൽ പോലും അവിടെ ബി.ജെ.പിയുടെ സാന്നിധ്യം അറിയിക്കുന്ന രീതിയിലുള്ള മികച്ച പ്രകടനവും കാഴ്ചവെച്ചിരുന്നു. അതിനാൽ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പിന് സജ്ജമാകണം എന്ന നിർദ്ദേശം താഴെത്തട്ടിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഇത്തരത്തിലൊരു യോഗം ഡൽഹിയിൽ ബി.ജെ.പി. വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.